മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. തിരുവോണ ദിനത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ ആസ്പദമാക്കി പൂക്കളമിട്ടവർക്കെതിരെ കേസെടുത്ത പോലീസ്. കൊല്ലം മുതലപ്പിക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് സംഭവം. പൂക്കളത്തിൽ കാവിക്കൊടിയും ശിവജിയുടെ ഫ്ലെക്സ് ബോർഡും വെച്ചത് കലാപം സൃഷ്ടിക്കാനാണെന്ന് എഫ്ഐആറിൽ പറയുന്നു. ശാസ്താംകോട്ട പോലീസാണ് പ്രദേശവാസികൾക്കെതിരെ കേസെടുത്തത്. സംഭവത്തിൽ പ്രതിഷേധവുമായി ഹൈന്ദവ സംഘടനകളും രംഗത്തെത്തി. വിവരങ്ങൾ എം മനോജ് നൽകും. മനോജ്, കഴിഞ്ഞ ദിവസം ഈ തിരുവോണ ദിനത്തിലാണല്ലോ ഇത്തരത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ ആസ്പദമാക്കി ഒരു പൂക്കളം അവിടുത്തെ ചെറുപ്പക്കാർ ആ ക്ഷേത്ര സന്നിധിയിൽ ഇടുന്നത്. അതിനെതിരെ അപ്പോൾ തന്നെ ആ പൂക്കളം എടുത്ത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് പോലീസുകാർ രംഗത്തെത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഒരു രാത്രി കഴിയുമ്പോഴേക്കും ആ ചെറുപ്പക്കാർക്കെതിരെ കേസെടുക്കുന്ന നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണല്ലോ മനോജ്. ഗൗതം, ശാസ്താംകോട്ട മുതുപിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം തിരുവോണ ദിനത്തിൽ അവിടെയുള്ള യുവാക്കൾ ചേർന്ന് അത്തപ്പൂക്കളം ഒരുക്കിയത്. എന്നാൽ അവിടേക്ക് പോലീസ് നേരിട്ടെത്തി തന്നെ ആ അത്തപ്പൂക്കളം പെട്ടെന്ന് തന്നെ മാറ്റണമെന്നുള്ള കാര്യം പറയുകയായിരുന്നു. അത്തരത്തിൽ ഒരു വാക്ക് തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോയി. പിന്നാലെ ഭീഷണിയായി കേസെടുക്കുമെന്ന് പറഞ്ഞു. ഇതിലൊന്നും തന്നെ അവിടെയുള്ള യുവാക്കൾ ആ പൂക്കളം മാറ്റാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ പോലീസ് പിന്നീട് അത് കേസെടുക്കുകയായിരുന്നു. ഇതിൽ തന്നെ ക്ഷേത്ര കമ്മിറ്റിയുടെ, അതായത് CPM-ന്റെ നേതാക്കൾ അടക്കം നേതൃത്വം നൽകുന്ന ക്ഷേത്ര കമ്മിറ്റിയുടെ പരാതിയിലാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. കണ്ടാലറിയാവുന്ന 25 പേർക്കെതിരെയും, അതായത് ശാസ്താംകോട്ട സ്വദേശികളായിട്ടുള്ള ശരത്, അശോക് എന്നിവർക്കെതിരെയും കണ്ടാലറിയാവുന്ന 25 പേർക്കെതിരെയുമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ തന്നെ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് വകുപ്പുകളൊക്കെ ചേർത്തിരിക്കുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ എങ്ങനെയാണ് കേസെടുക്കുക എന്നുള്ള ഒരു കാര്യമുള്ളത് കൊണ്ട് തന്നെ FIR-ൽ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള പേരോ മറ്റൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഉൾപ്പെടുത്തിയിരിക്കുന്നത് പൂക്കളത്തിൽ ഉണ്ടായിരുന്ന കാവിക്കൊടിയെ പറ്റിയും അതോടൊപ്പം തന്നെ അതിന് 50 മീറ്റർ മാറിയുള്ള ഒരു ഛത്രപതി ശിവാജിയുടെ ഒരു ഫ്ലെക്സ് ബോർഡുമായി ബന്ധപ്പെട്ടാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ആദ്യം പോലീസിന് അതൊരു പ്രകോപനമായി മാറുന്നു. അതിനുശേഷം ഛത്രപതി ശിവജിയുടെ ചിത്രങ്ങൾ ആ അത്തപ്പൂക്കളത്തിൽ ഉൾപ്പെടുത്തിയത് പോലീസിനെ പ്രകോപിപ്പിക്കുന്നു. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ പലതവണ ചർച്ച ചെയ്ത മറ്റൊരു വിഷയമുണ്ട്. അതായത് ഈ CPM-ന്റെ കേഡർമാരും അതോടൊപ്പം തന്നെ ഈ SDPI പോലെയുള്ള ഭീകര സംഘടനകളുടെ സ്വഭാവമുള്ള ആളുകളുമൊക്കെ നമ്മുടെ പോലീസ് സംവിധാനങ്ങളിൽ കൂടുതൽ പിടിമുറുക്കുന്നു എന്നുകൂടി കൃത്യമായി അടയാളപ്പെടുത്തുന്ന മറ്റൊരു സംഭവം കൂടിയല്ലേ ഈ കൊല്ലത്ത് നടക്കുന്നത് മനോജ്? തീർച്ചയായും അതുതന്നെയാണ്. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ, അതായത് എന്തെങ്കിലും സാംസ്കാരികപരമായിട്ടോ പൈതൃകപരമായിട്ടോ ഉള്ള കാര്യങ്ങളെയൊക്കെ എതിർക്കുവാൻ വേണ്ടി രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാധീനം ഉപയോഗിക്കുന്നു. അതിലൂടെ പോലീസിനെ രംഗത്തിറക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഗൗതം പറഞ്ഞതിൽ ഒരു കാര്യം, ഛത്രപതി ശിവാജിയുടെ ഫ്ലെക്സ് ബോർഡാണ് 50 മീറ്റർ അകലെ ഉണ്ടായിരുന്നത്. ഈ അത്തപ്പൂക്കളത്തിൽ ഉണ്ടായിരുന്നത് ഭഗവത് ധ്വജത്തിൻ്റെ ഒരു ചെറിയ ഒരു ചിത്രമാണ്. അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള ഒരു വലിയ രീതിയിലൊരു ആലേഖനവും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെതിരെയാണ് പോലീസ് അവിടെ എത്തി എത്രയും വേഗം മാറ്റണമെന്ന് ആക്രോശിക്കുന്നത്. എന്നാൽ ആ യുവാക്കൾ അതിന് വഴങ്ങിയില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ തുടർ നടപടി ഉണ്ടാകുമെന്നുള്ള ഒരു ഭീഷണിയുമായാണ് പോലീസ് അവിടെ നിന്നും പോയത്. പിന്നാലെയാണ് കേസെടുത്തിരിക്കുന്നത്. ഈ കേസെടുത്തിരിക്കുന്നത് FIR-ൽ തന്നെ പറയുന്ന കാര്യം നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി അതൊരു കലാപാഹ്വാനത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് പോലീസ്. ഏത് തരത്തിലുള്ള ഒരു കലാപമാണ് അവിടെ ഉണ്ടാകുക എന്നുള്ളതാണ് അവിടെയുള്ള യുവാക്കളൊക്കെ ചോദിക്കുന്നത്. ആ പ്രദേശവാസികൾക്കെതിരെ, അതായത് 25ഓളം പേർ ആ ശാസ്താംകോട്ട പ്രദേശവാസികൾക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഒരു ഹൈന്ദവ ക്ഷേത്രമാണ്. ആ ഹൈന്ദവ ക്ഷേത്രത്തിൽ ഒരു കാവിക്കൊടിയുടെ ഒരു അത്തപ്പൂക്കളം അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ആലേഖനം ചെയ്തതിൽ ഇതിലൊക്കെയാണ് അവിടെ പ്രകോപനമുണ്ടായി. പലരും പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ്, സാധാരണയായി എന്തെങ്കിലും കാര്യഗൗരവമുള്ള പരാതി കൊടുത്താൽ പോലും അനങ്ങാതിരിക്കുന്ന കേരള പോലീസാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ തിടുക്കം കാട്ടിക്കൊണ്ട്, അതായത് ഉടൻ തന്നെ രാവിലെ തന്നെ ആ ക്ഷേത്രത്തിന് മുന്നിലേക്ക് എത്തി അത്തപ്പൂക്കളത്തിന് മുന്നിൽ നിന്നുകൊണ്ട് അവിടെയുള്ള ആളുകളോട് മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നത്. പിന്നാലെയാണ് ഇപ്പോൾ കേസും എടുത്തിരിക്കുന്നത്. ഇവർക്കെതിരെ ഇത്തരത്തിലുള്ള വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. എന്തായാലും വിവിധ ഹൈന്ദവ സംഘടനകൾ ഇതിൽ പ്രതിഷേധമുയർത്തിയിട്ടുണ്ട്. കാരണം ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട അത്തപ്പൂക്കളമിട്ട ചെറുപ്പക്കാർക്കെതിരെ ഇപ്പോൾ ശാസ്താംകോട്ട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. വളരെ ഗുരുതരമായ വിഷയമാണ്. ഛത്രപതി ശിവജിയുടെയും ഭഗവത് ധ്വജത്തിൻ്റെയും ചിത്രങ്ങളും മറ്റും ഈ അത്തപ്പൂക്കളത്തിൽ ഉൾപ്പെടുത്തിയത് കലാപം നടത്തുവാനുള്ള ശ്രമമാണെന്നാണ് FIR-ൽ പറയുന്നത്.